അതിപ്പോ കാണുമ്പോ എല്ലാവർക്കും ഭയങ്കര സിമ്പിൾ ആയിട്ട് തോന്നും. എന്നപ്പോ ഇങ്ങോട്ട് എടീ നാളെ സപ്ലി എക്സാം. ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു സ്റ്റെപ്സ് ആൻഡ് സ്റ്റോറീസ്. കുറെ നാളിന് ശേഷം വീണ്ടും ഞാൻ ഒരു വീഡിയോ ആയിട്ട് വന്നിട്ടുണ്ടെന്ന് ഞാൻ പറയണത് ഞാൻ പറഞ്ഞല്ലേ. ഓക്കെ, അപ്പൊ എപ്പത്തെയും പോലെ കുറെ നാളിന് ശേഷം വീണ്ടും ഒരു വീഡിയോ ആയിട്ട് വന്നിട്ടുണ്ട്. സോ 2025 ഇവിടെ കഴിയാൻ പോവേന്ന്. 2025 വാസ് എ മിക്സ് ഓഫ് ഹാപ്പിനെസ്, സാഡ്നെസ്, കുറെ സംഭവങ്ങൾ, കുറെ ലെസൺസ് പഠിച്ചു, കുറെ ആൾക്കാരെ പഠിച്ചു, കുറെ കാര്യങ്ങൾ ചെയ്യാൻ പറ്റി. സോ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് 2026 വേണ്ടിയിട്ടുള്ള വിഷൻ ബോർഡ് പ്രിപ്പറേഷന്റെ വീഡിയോ ആണ് നമ്മൾ ഇന്ന് ചെയ്യുന്നത്. ആൻഡ് ഈ വിഷൻ ബോർഡ് ചെയ്യാനുള്ള ഒരു ഇതെങ്ങനെ വന്നു എന്ന് വെച്ചാൽ, റോണ്ട ബയറിന്റെ ദ സീക്രട്ട് എന്ന ബുക്ക് വായിച്ചപ്പോ മാനിഫെസ്റ്റേഷനെ കുറിച്ചും മാനിഫെസ്റ്റേഷൻ വർക്ക് ചെയ്യുന്ന അതിനെ കുറിച്ചൊക്കെ കുറെ കാര്യങ്ങൾ ഇങ്ങനെ തലയിലേക്ക് അടിച്ചു കയറിയ, മാനിഫെസ്റ്റേഷൻ എന്ന് പറഞ്ഞ സംഭവം ഉണ്ട്, യൂണിവേഴ്സ് ഡിസൈൻ ചെയ്യുന്നുണ്ട്, അങ്ങനെയുള്ള കുറെ കാര്യങ്ങൾ. അതിനുശേഷം കുറെ വീഡിയോസ് വിഷൻ ബോർഡ് എന്ന് പറഞ്ഞൊരു സാധനത്തിനെ കുറിച്ച് എനിക്ക് ഒരു അറിവും ഉണ്ടായിട്ടില്ല. കുറെ വീഡിയോസ് വിഷൻ ബോർഡിനെ കുറിച്ച് ഇങ്ങനെ കാണാൻ തുടങ്ങി. പക്ഷെ എന്തായാലും വലിയ മൈൻഡ് ഉണ്ടായിട്ടില്ല. പിന്നെ ഒരാൾ ആണ് ഇത്. ലക്ഷ്മി വന്നിട്ട് ഇങ്ങനെ വിഷൻ ബോർഡ്സിനെ കുറിച്ച് കുറെ കാര്യങ്ങൾ ഇങ്ങനെ പറഞ്ഞു തന്നു. എന്നിട്ട് ഇങ്ങനെ എന്നോട് നീ വിഷൻ ബോർഡ് ചെയ്യ്, നെക്സ്റ്റ് ഇയറിൽ വേണ്ടിയിട്ട് ഒന്ന് പ്രിപ്പയർ ചെയ്യ്, അപ്പം അത് ചെയ്താൽ അതിങ്ങനെയാണ്, നമ്മൾ അതിന് വേണ്ടിയിട്ട് വർക്ക് ചെയ്താൽ എന്തായാലും വർക്ക് ആവും, മാനിഫെസ്റ്റ് ചെയ്യുന്നൊക്കെ പറഞ്ഞിട്ട്. സോ ഐ തോട്ട് ഒരു ട്രൈ നമുക്ക് നോക്കാം എന്നല്ല വിചാരിച്ചിട്ട്. ഓക്കെ, 2026 വരുന്ന കുറെ കാര്യങ്ങൾ, വിചാരിക്കുന്ന കാര്യങ്ങൾ ഓൾറെഡി നടന്നു എന്നുള്ള പോലെ, അതിനാണ് നമ്മൾ മാനിഫെസ്റ്റിംഗ് എന്ന് പറയാം. ഓൾറെഡി ഇറ്റ്സ് ഡൺ എന്നുള്ള പോലെ പറഞ്ഞ് അതിലേക്കുള്ള ഗ്രേറ്റ്ഫുൾനെസ് ഇപ്പോഴേ കാണിച്ചും കൊണ്ട് നമ്മൾ വിഷൻ ബോർഡ് പ്രിപ്പയർ ചെയ്യാൻ പോകുന്നത്. അപ്പം എന്താ ഈ കാർഡ് ബോർഡ് വെച്ചിട്ടാണ് നമ്മൾ വിഷൻ ബോർഡ് ആക്കാൻ പോകുന്നത്. ഇത് എന്റെ ഫ്രിഡ്ജ് വാങ്ങിയ കാർഡ് ബോർഡാന്ന് നൈസിട്ട്. സോ നമുക്ക് ഇതിനെ വെട്ടിമുറിച്ചെടുക്കണം. നമ്മളെ സംഭവങ്ങൾ ദിസ് ഇയർ ചാർട്ടുണ്ട്, എല്ലാം ഉണ്ട്. തുടങ്ങിയാലോ? ഇവിടെ വിഷൻ ബോർഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. സോ വാട്ട് വാസ് യുവർ ഗോൾസ് ആൻഡ് എങ്ങനെയുണ്ടായിരുന്നു? അതിലേക്ക് എത്തിപ്പെട്ടു? എല്ലാം നടന്നോ? വർക്ക് ആവുന്നുണ്ടോ? ഇത് റിയൽ ആണോ? അതില് ബീപ്പ് വേർഡ്സ് ഒന്നും യൂസ് ചെയ്യാൻ പറ്റില്ലല്ലോ. ഞാൻ കൊടുക്കാം ബീപ്പ്. ഞാൻ 2025 ഒരു ജൂൺ ജൂലൈ ആ ഒരു സമയത്താണ്. 2025 ജൂൺ മാസത്തിൽ. അതെ, ആ ഒരു സമയത്ത് ഞാൻ ഇതേപോലെ കുറെ വീഡിയോസ് കണ്ടു. ഇങ്ങനെ യൂട്യൂബിൽ ഞാൻ പൊതുവെ ഇങ്ങനെ കുറെ വ്ളോഗ്സ് ഒക്കെ കാണുന്ന ഒരാളാണ് യൂട്യൂബിൽ. അങ്ങനെ കണ്ട് പെട്ടെന്ന് ഇവിടുന്ന് ഒരു വീഡിയോ മാനിഫെസ്റ്റേഷന്റെ ഒരു സംഭവം കണ്ടു. അങ്ങനെ കുറെ അതിന്റെ മാനിഫെസ്റ്റേഷൻ എന്താ അത് അറിയാൻ വേണ്ടി കുറെ വീഡിയോസ് കണ്ടപ്പോഴാണ് വിഷൻ ബോർഡ് ഞാൻ കാണുന്നത്. അപ്പൊ ഞാൻ വിചാരിച്ചു ഓക്കെ ഫൈൻ, എന്നാ പിന്നെ എനിക്കിങ്ങനെ റൂം ഡെക്കറേറ്റ് ചെയ്യുന്ന അങ്ങനത്തെ കാര്യത്തിനോടൊക്കെ കുറച്ച് ഇഷ്ടമുണ്ട്. അപ്പൊ ഞാൻ അങ്ങനെയാണ് ഓക്കെ എന്നാ പിന്നെ ഇതിനൊരു ട്രൈ കൊടുക്കാന്ന് പറഞ്ഞ് എനിക്ക് വേണ്ടതായിട്ടുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ വെച്ച്, അതിനെപ്പറ്റി കൂടുതലൊന്നും അറിയില്ല, പക്ഷെ അറിയുന്നതായിട്ടുള്ള രീതി വെച്ചൊരു ചാർട്ട് പേപ്പറിൽ കുറച്ച് ഫോട്ടോസ് ഒക്കെ സ്റ്റിക്ക് ചെയ്ത് എന്റെ റൂമിൽ ഇതാക്കി. ഇപ്പൊ ഈ 2025 അവസാനിക്കുമ്പോ അതിലുള്ള ഏകദേശം ഒരു 80% കുറെ കാര്യങ്ങൾ നടന്നിട്ടുണ്ട്. മോസ്റ്റ് ഓഫ് കാര്യങ്ങളൊക്കെ നടന്നിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് ഞാൻ ഏതായാലും ഇനി ഒന്ന് പുതിയൊരു വിഷൻ ബോർഡ് ആക്കാൻ പോകണം. എന്തായിട്ട് ഞാൻ നിർത്തുന്നില്ല. അപ്പൊ അതുകൊണ്ടാണ് ഞാൻ ഇവിടുത്തെ പറഞ്ഞത് എന്നാ പിന്നെ നീ ഒരു വിഷൻ ബോർഡ് ആക്കുക, എന്തായിട്ട് സെറ്റ് ആവും, ലൈക്ക് നമ്മളെ ഗോൾസ് ഒക്കെ ഫുൾഫിൽ ആവാൻ വേണ്ടിട്ട് ഹെൽപ്പ് ചെയ്യും എന്നുള്ള രീതി. അപ്പൊ ഈ വീഡിയോ കാണുന്ന എല്ലാരും ഇപ്പൊ തന്നെ ഒരു വിഷൻ ബോർഡ് സെറ്റ് ചെയ്യാൻ വേണ്ടിട്ട് റെഡി ആയിക്കോ. വന്നിട്ട് 2026 വർക്ക് ചെയ്യണം. അതെ, അത് വിഷൻ ബോർഡും സെറ്റ് ചെയ്ത് ചുമരിൽ വെച്ച് ഇങ്ങനെ അതിൽ നോക്കിയിരുന്ന അത് വർക്ക് ആവുന്നല്ല. വിഷൻ ബോർഡ് സെറ്റ് ചെയ്യുക, നമ്മുടെ മൈൻഡിൽ അതിന് വേണ്ടിയിട്ടുള്ള പ്ലാൻസ് ഉണ്ടാക്കുക, അതിനുവേണ്ടി വർക്ക് ചെയ്യുക, ബിലീവ് ചെയ്യുക, ഇറ്റ്സ് ഡൺ. സോ അത് നടക്കും. പിന്നെ നമ്മളെ ലൈഫിൽ ഒരു പാർട്ടായിട്ടുള്ള കാര്യം വെച്ച് കണക്ട് ചെയ്യുന്ന ഒരു സംഭവങ്ങളായിരിക്കണം ആ വിഷൻ ബോർഡിൽ ഉണ്ടാകും. അല്ലാണ്ട് നമ്മളെ ജീവിത രീതികളും സാഹചര്യങ്ങളിൽ നിന്നും ഭയങ്കര വ്യത്യസ്തമായിട്ടുള്ള ഒരു സംഭവങ്ങളൊക്കെ വെച്ചിട്ടുണ്ടെങ്കിൽ ഒരിക്കലും അത് കണക്ട് ആവാൻ പോകുന്നില്ല. അപ്പം അത് ശ്രദ്ധിക്കും. ഓക്കെ, സോ ഫസ്റ്റ് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഇതെല്ലാം ഒരു 4-5 ഷീറ്റ്സ് ഉണ്ട്. ഇത് കട്ട് ചെയ്ത് ഓരോന്നാക്കി നമുക്ക് എടുക്കാം. ഇവിടെ നിന്നൊക്കെയാണ് എടുത്തത് അങ്ങനത്തെ. അപ്പം വിഷൻ ബോർഡിൽ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, നമുക്ക് ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ, ഫോർ എക്സാമ്പിൾ ഇപ്പൊ എന്താ പറയാ, ഇപ്പൊ എവിടെയെങ്കിലും ഒരു ട്രിപ്പ്, ഇപ്പൊ എനിക്കിപ്പോ രാജസ്ഥാൻ പോകണം, 2026 എനിക്ക് രാജസ്ഥാൻ പോകണം എന്ന് വിചാരിക്കുമ്പോ ഒരു രാജസ്ഥാനിലെ മെയിൻ ആയിട്ടുള്ള എന്തെങ്കിലും ഒരു പ്ലേസിന്റെയോ അല്ലെങ്കിൽ അങ്ങനെയുള്ള എന്തെങ്കിലും ഒരു ഫോട്ടോ എടുക്കുക. പിൻട്രസ്റ്റിൽ ഒരുപാട് ഫോട്ടോസ് ഫോർ വിഷൻ ബോർഡ് എന്ന് അടിച്ചാൽ തന്നെ കുറെ എസ്തെറ്റിക് ആയിട്ടുള്ള സാധനങ്ങൾ കിട്ടും. എന്നിട്ട് അങ്ങനെയുള്ള കുറെ സാധനങ്ങൾ, പിന്നെ കോട്ട്സ്, അഫർമേഷൻസും, എന്തും ഗ്രേറ്റ്ഫുൾനെസ് കാണിക്കുന്ന കോട്ട്സ്, യൂണിവേഴ്സ് റിലേറ്റഡ് അങ്ങനെയൊക്കെയുള്ള സാധനങ്ങൾ ഡൗൺലോഡ് ചെയ്തിട്ട് ഒരു കൊളാഷ് ആക്കി എടുക്കുക. കൊളാഷ് ആക്കി എടുത്തിട്ട് ഇതുപോലുള്ള പ്രിന്റ് ഔട്ട് ചെയ്തെടുക്കുക. ഈ
ഇതെന്താ പ്രിന്റാ? ഇതിപ്പോ ഫോട്ടോ പ്രിന്റ്. ഞാനൊരു സാധാ ഫോട്ടോസ്റ്റാറ്റ് ഷോപ്പിൽ പോയിട്ട് ചോദിച്ചു, ഗ്ലോസി പ്രിന്റ്. സാധാ ഫോട്ടോസ്റ്റാറ്റ് ജെറോക്സ് എടുക്കുന്ന ഷോപ്പിൽ പോകുമ്പോ അവര് പറയുന്നത് അതല്ലെങ്കിൽ സാധാ പ്രിന്റ് ആയാലും മതി. സാധാ പ്രിന്റ് ആയാലും മതി, കളർ പ്രിന്റ് അങ്ങനെ ചെയ്യാം. കളർ പ്രിന്റ് സാധാരണ ചെയ്യാം. എന്നിട്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ ചാർട്ടിലോ കാർഡ്ബോർഡിലോ. പിന്നെ കൂടുതലും സ്വന്തമായിട്ട് പിക്ക് ചെയ്യാൻ നോക്കുക. അല്ലാതെ ഇപ്പൊ നമ്മള് ചാറ്റ് ഒക്കെ ചെയ്തിട്ട് അതുപോലെ എടുത്ത് അതിങ്ങനെ പ്രിന്റ് എടുത്ത് വെക്കുന്നതിനായിട്ട് നമുക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ തെരഞ്ഞെടുത്ത് അത് ഇവള് പറഞ്ഞ പോലെ ക്യാൻവയിലോ എവിടെയെങ്കിലും ഇതാക്കി ഒരു കൊളാഷ്. കാരണം അവിടെ തന്നെ നമ്മളെ വർക്കിംഗ് സ്റ്റാർട്ടായി. നമ്മൾ തന്നെ ഇത് ചെയ്യാന്നുള്ളത്. ഓൾറെഡി റെഡിമെയ്ഡ് ആയിട്ടുള്ള സാധനം എടുത്ത് വെക്കാതെ ഓരോന്നും സെലക്ട് ചെയ്ത് പിക്ക് ചെയ്ത് എടുത്ത് ഇങ്ങനെ ചെയ്ത് കട്ട്ഔട്ട് എല്ലാം ചെയ്യുമ്പോൾ തന്നെ നമുക്ക് അതിനോടൊരു ഇൻട്രസ്റ്റ്, ഓരോരോ സാധനം കിട്ടും അപ്പം. സോ എല്ലാവരും ട്രൈ ചെയ്ത് നോക്ക്. നമ്മളിതിപ്പോ കട്ട് ചെയ്യട്ടെ. അതുകൊണ്ട് നല്ലൊരു ആത്മവിശ്വാസം ഉണ്ടായി ഈ ഒരു വിഷൻ കൂടെ ആക്കാൻ. അതിന് നടക്കാണ്ട് ഒരു റിലേഷൻഷിപ്പ് മാത്രം. അതിൽ തന്നെ മുട്ടൂത്തിരെ പ്രപ്പോസ് ചെയ്യുന്നല്ലോ. പിന്നെ അതേപോലെ ഞാൻ സൈൻസ് ദാറ്റ് യു ആർ ഗ്രോയിങ് എന്ന് പറഞ്ഞിട്ട്. അപ്പം അതിലൊന്ന് യു സ്റ്റാർട്ട് ടു ലൂസ് പീപ്പിൾ. എന്നിട്ട് അത് ഭയങ്കര കോൺസെൻട്രേറ്റഡ്, ഭയങ്കര ചുരുങ്ങിയിട്ടുള്ള കുറച്ച് കൈൻഡ് ഓഫ് ഇതിലേക്ക് വരും. അതായത് ഇത് രണ്ടാമത് എനക്കും ഇപ്പൊ തന്നെ തോന്നുന്നു. ഇത് ഭയങ്കരമായിട്ട് നമ്മള് സ്ട്രഗിൾ ചെയ്യും. ഹെൽത്ത് വൈസ് ആണെങ്കിലും മെന്റലി ആണെങ്കിലും. പിന്നെ ഓൾറെഡി നമ്മൾ യൂസ്ഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ യൂസ്ഡ് ആയിട്ട് ചെയ്യുന്ന കുറെ കാര്യങ്ങള് നമുക്കതൊരു മടുപ്പ് തോന്നും. അതായത് മുന്നേ നമ്മുടെ റുട്ടീനിൽ ഉണ്ടായ കുറെ കാര്യങ്ങളോടെ നമുക്ക് മടുപ്പ് തോന്നും. ഇതെല്ലാം സയൻസ് ദാറ്റ് യു ആർ ഗ്രോയിങ്. സീരിയസ്ലി അതിലെന്ത് കൈൻഡ് ഓഫ് ഗ്രോത്ത് ആവുള്ളൂ? ഈ പറഞ്ഞ സാധനങ്ങൾ നമുക്കുണ്ട്. ഞാൻ ഗ്രോ ആകുന്ന പോലെയല്ല എനിക്ക് തോന്നുന്നത്. കഴിയുമ്പോ നമ്മള് ഇതാവുന്ന മീൻസ് നമുക്ക് അതിനൊക്കെ റിയലൈസേഷൻ കിട്ടാവുമായിരിക്കും. എന്നിട്ട് ഇത് ട്രൈ വർക്കിംഗ് ഉണ്ട്. അങ്ങനെയായിരിക്കും ഗ്രോത്ത് ഉണ്ടാകുന്നത്. പക്ഷെ അതല്ലാതെ ഈ പറയുന്ന സംഭവങ്ങൾ നിറഞ്ഞതായിരുന്നു എന്റെ 2025. നമ്മൾ എന്തെങ്കിലും ചെയ്യണം എന്ന് വിചാരിച്ച് ഇറങ്ങി പുറപ്പെട്ടോ, ഹെൽത്ത് സമ്മതിക്കൂല. അതല്ല ഒന്നും ചെയ്യാതെ ഒന്നും ചെയ്യുന്നേ, ഞാൻ ഒന്നും ചെയ്യുന്നില്ല ഇങ്ങനെ അങ്ങോട്ട് പോട്ട് പണ്ടാതെന്ന് പറഞ്ഞിരുന്ന ഒരു കുഴപ്പം ഉണ്ടാവില്ല. പക്ഷെ അങ്ങനെ ഇരിക്കാൻ പറ്റൂലല്ലോ. അങ്ങനെ കുറെ സംഭവങ്ങൾ ഉണ്ടായിരുന്നു 2025. പിന്നെ ആർക്കൊക്കെ നമ്മൾ ട്രൂലി വാല്യൂ കൊടുക്കേണ്ടത് പഠിച്ചു. എക്സാക്ട്ലി മീൻസ് നമ്മള് ഭയങ്കരമായി ജെനുവിൻ ആയിട്ടോ കൈൻഡ് ആയിട്ടോ അല്ലെങ്കിൽ ഇതാണ് നമ്മുടെ ആൾക്കാർ എന്ന് നമ്മൾ വിശ്വസിച്ച് നിന്ന പലരും അല്ല എന്ന് നന്നായിട്ട് മനസ്സിലാക്കി തന്ന ഒരു വർഷമാണ് ഇത്. അല്ല അതില് ഗ്രേറ്റ്ഫുൾ ആണ്. കാരണം നമ്മള് അല്ലെ ട്രൂ കളേഴ്സ് കാണുന്നതെന്നും നമുക്ക് പോസിറ്റീവ് ആണ്. അപ്പൊ നീ പറഞ്ഞ കുറെ ഹോസ്പിറ്റൽ കേസ്, അതായത് രാത്രി 12 മണിക്ക് അഡ്മിറ്റ് ആവുക, കുറച്ചേരം ഹോസ്പിറ്റലിൽ 2 ദിവസം ഹോസ്പിറ്റലിലായിരിക്കും. പിന്നെ അത് കഴിഞ്ഞൊന്ന് നേരെ ഇതായി വീട്ടിലേക്ക് വന്നതിന് പിന്നെയും അതിൽ 5 മിനിറ്റ് ഇരിക്കുമ്പോഴത്തേക്ക് അടുത്ത ഹോസ്പിറ്റലിൽ. എന്നാലും അപ്പൊ ആ ഒരു സമയത്തെല്ലാം നമുക്ക് മനസ്സിലാവും ആരെല്ലാം നമ്മളെ കൂടെ. അപ്പൊ എനിക്ക് എന്റെ പാരന്റ്സിനെ മനസ്സിലാക്കാൻ പറ്റിയൊരു വർഷമായിരുന്നു. ഞാൻ എന്റെ പാരന്റ്സിന്റെ കാര്യത്തില് വണ്ടർ അടിച്ചിരുന്നൊരു അയ്യോ കരിങ്കല്ല് മറ്റേ കാറ്റടിച്ചാ കുലുങ്ങാത്ത ആൾക്കാര് ലാസ്റ്റ് സമ്മതിച്ച്. അതല്ല, അത് തന്നെയാണ് ഒരു വലിയ സൈൻ. അതായത് വേറെ ആരും നമ്മളെ ഹാപ്പിനെസ്സിന് വേണ്ടി നിൽക്കുന്നതിനെക്കാട്ടി കൂടുതൽ നമ്മളെ പാരന്റ്സെ നമ്മളെ എന്ത് പറഞ്ഞാലും ലാസ്റ്റ്. പിന്നെ വെച്ചാൽ കുറെ റിയലൈസേഷൻസ് വന്നു ലൈഫിൽ. പാരന്റ്സിന്റെ ഇമ്പോർട്ടൻസ് എന്താണ്, ഫാമിലി ബോണ്ടിങ്ങിന്റെ ഇമ്പോർട്ടൻസ് എന്താണ്. പിന്നെ അവരാണ് ഏറ്റവും വലിയ എക്സാമ്പിൾ. അതായത് അവരെ ഈഗോ മാറ്റി വെച്ചിട്ട് നമുക്ക് വേണ്ടി ഒരു കാര്യം ചെയ്യണമെങ്കിൽ അങ്ങനെയും ചെയ്യാൻ പറ്റുന്ന ആൾക്കാരുണ്ട് സ്നേഹത്തിന് വേണ്ടിയിട്ട്. അങ്ങനെ നമ്മൾ ഈഗോ പിടിച്ച് നിൽക്കുന്നതല്ല സ്നേഹം. അതെ ഇവിടെ അല്ല, എനിക്കും അങ്ങനത്തെ കുറെ അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അപ്പൊ അത് നമ്മൾ കമ്പയർ ചെയ്യുമ്പോഴേ എന്താ ഇത്രയും പ്രായമുള്ള അല്ലെങ്കിൽ ഇത്രയും പണ്ടത്തെ ഇതിലുള്ള ജീവിക്കുന്ന അച്ഛനമ്മക്കും ഇങ്ങനെ മാറാമെങ്കിൽ എന്തുകൊണ്ട് പുതിയ പുതിയ ഇതുള്ള ആൾക്കാർക്ക് മാറിക്കൂടാ? ഇതൊരു ചർച്ച വിഷയമാണുണ്ടോ? പിന്നെ റൂമേഴ്സ്
ഞാനും അതേപോലെ കൊണ്ടുള്ള ഒരു അർച്ചനയായിരുന്നു അർച്ചന. എനിക്ക് എനിക്ക് സ്റ്റാർട്ടിങ്ങിൽ അത് എൻഡ് ചെയ്തു. എനിക്ക് 2024 ലാസ്റ്റ് ആയപ്പോ തുടങ്ങി ഒരു 25 കഴിയായപ്പോ നിന്നു. അല്ല പണ്ട് മുതലേ റൂമേഴ്സ് പലതും ഉണ്ടാവുന്നുണ്ട്, പക്ഷെ 2025 റൂമേഴ്സ് അതാണ് ഓൾ ടൈം മനുഷ്യരിങ്ങനെ ഓരോന്നൊക്കെ കേട്ട് പണ്ടാരടങ്ങി കിളി പോവാന്ന് പറയുന്ന പല സംഭവങ്ങളും ഉണ്ടായിട്ടുണ്ട്. പക്ഷെ അത് എന്നെ സ്ട്രോങ് ആക്കിയിട്ടുണ്ട്. ഒരുപാട് ആൾക്കാർ എന്താണ്, അല്ലെങ്കിൽ അപ്പുറം ഇപ്പുറം ഉള്ളവരെന്താണ്, നാട്ടുകാരെന്താണ്, വീട്ടുകാരെന്താണ്, കുടുംബക്കാരെന്താണ്, എല്ലാരും അല്ല കേട്ടോ, ഒരിക്കലും എല്ലാരും അല്ല. പക്ഷെ മനസ്സിലാക്കാൻ പറ്റി. അതൊക്കെ ശരിക്കും പോസിറ്റീവ് സൈഡാണ് നമുക്ക്. പിന്നെ ഒരു കാര്യം മനസ്സിലാക്കി, ക്വാളിറ്റിയിലല്ല ക്വാണ്ടിറ്റിയിലാണ് കാര്യം എന്നുള്ളത് ശരിക്കും മനസ്സിലാക്കി. പിന്നെ വേറൊരു ഇതെന്ന് വെച്ചാല് നമ്മളിപ്പോ ചില ആൾക്കാരുടെ അടുത്ത് നിൽക്കുമ്പോ നമുക്ക് തോന്നും നമ്മൾ ഈ സ്വഭാവമൊക്കെ എങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യാനാണ്, ഇതൊന്നും മനസ്സിലാക്കാൻ പറ്റുന്നില്ല, നമ്മളെ ഭാഗത്താണ് തെറ്റ്. പക്ഷെ ചിലവരുടെ അടുത്ത് നമുക്ക് മനസ്സിലാവും ഇതൊക്കെ നോർമൽ ആയിട്ടുള്ള ബിഹേവിയർ ആണ്, അത് മനസ്സിലാക്കി ഓക്കെ അത് ആളുടെ സിറ്റുവേഷൻ അങ്ങനെയാണ്, അപ്പൊ എനിക്കും ഉണ്ടല്ലോ അത്, അപ്പൊ പിന്നെ കുഴപ്പമില്ല, അത് ആ ഒരു സമയത്തുള്ള ഇത് കാരണമാണെന്ന് മനസ്സിലാക്കി അങ്ങനെ കുറെ തിരിച്ചറിവുകൾ തന്നിട്ടുണ്ട്. തിരിച്ചറിവുകൾ നമുക്ക് എല്ലാ വർഷത്തിലും പ്രതീക്ഷിക്കാം. പക്ഷെ ബാക്കി എല്ലാ രീതിയിലും നല്ലൊരു വർഷം ആവട്ടെ 2026. A little longer than a few minutes later. ഗൈസ് ഫൈനലി ഈ ഒരു കഷ്ണം നമ്മൾ അതിൽ നിന്ന് അങ്ങോട്ട് സംഭവം എന്ന് വെച്ചാല് ഇതിലിപ്പോ ഇത്ര വരെ ചാർട്ട് വരുന്നുള്ളൂ. അപ്പൊ നമ്മള് ഇവിടെ ബാക്കിയും കൂടി ഒരു ചാർട്ട് പേപ്പർ വെച്ചിട്ട് ഇതും കൂടി രണ്ടും കൂടി ജോയിൻ ചെയ്തിട്ട് അല്ലെങ്കിൽ ഓവർലാപ്പ് ചെയ്തിട്ട് കവർ ചെയ്യും ഫുള്ള്. അപ്പൊ നമുക്ക് ആദ്യം എന്ത് വേണം, ചാർട്ടിന്റെ ബാക്ക് സൈഡിൽ ഇതെന്നാ LKG പിള്ളേർക്ക് പറഞ്ഞു കൊടുക്കുന്ന ഇത് നല്ല രസമായിരിക്കും കേട്ടാ. അയ്യോ ഇതാണ് നമ്മുടെ കലാവിരുത് കേട്ടോ, അത് കണ്ടിട്ടാന്ന് പറയണ്ട. ഓക്കെ ഇവിടെ വെക്ക്, ഞാൻ വിടട്ടെ, നീ വെക്കാന്ന് ഇങ്ങനല്ലേ അങ്ങോട്ടൊക്കെ വലിക്ക് വലിക്കും. ശരിക്കും ഇപ്പൊ എന്താ സംഭവിച്ചേ? അല്ലെ കുറച്ചും കൂടെ അങ്ങോട്ട് തന്നെ വേണ്ട, മണ്ടത്തി. ആകെ ഒരു ചാർട്ട് ഒട്ടിക്കാ ചെയ്തിന്, അതിനകത്ത് എന്തോ മല മറിക്കുന്ന കളി ഇവിടുന്ന് കളിച്ചു. അതിപ്പോ കാണുമ്പോ എല്ലാവർക്കും ഭയങ്കര സിമ്പിൾ ആയിട്ട് തോന്നും. ഗൈസ് ഇതൊക്കെ തന്നെയാണ് ഇതിന്റെ തുടക്കം. മീൻസ് ഇതിൽ തന്നെ നമുക്ക് മനസ്സിലാവും നമ്മള് എന്ത് വേണമെങ്കിലും എത്ര ആഗ്രഹമില്ലാണെങ്കിലും മനസ്സ് വെച്ചാൽ മാത്രമേ നടക്കൂ. വേണമെന്ന് പറഞ്ഞ് വെറുതെ ഇരുന്നാൽ നടക്കൂല. ഇതുപോലെയെല്ലാം ചെയ്തു തുടങ്ങണം. ഇതെല്ലാം ചെറുതാണ്, ഇതൊന്നൊരു പണിയായിട്ടേ നമ്മൾ കാണരുത് അല്ലേ? നോ കമന്റ്സ് ഗൈസ്. ആടക്ക് ബാക്കി ആരോട്ടിക്കടി കഴിഞ്ഞ സോ നമ്മള് ചാർട്ടിനെ കൊണ്ട് കവർ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിൽ ഒന്ന് സെറ്റ് ചെയ്ത് വെച്ചിട്ട് നോക്കണം.
ഓക്കെ, നമ്മെല്ലാം സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ സൈസ് പെർഫെക്റ്റ് ആണ് അല്ലേ? ഇനി ഓരോന്നായിട്ട് സ്റ്റിക്ക് ചെയ്യണം. യെസ്. എടീ, നാളെ സപ്ലി എക്സാം. അയ്യോ, എന്താക്കാ ഞാൻ 12 വിചാരിച്ചത്. നീ ഡേറ്റ് കറക്റ്റ് നോക്കിയിട്ട് കുറിപ്പേ. എൻ്റെ മുത്തപ്പാ, കുറച്ചും കൂടെ നേരത്തെ ആ ഗ്രൂപ്പ് നോക്കാമായിരുന്നു. ഗ്രൂപ്പിലല്ല, സൈറ്റിൽ വന്നെയാണോ? അയ്യോ ടെൻഷനായി. ഗൈസ്, കഴിഞ്ഞു. ഫൈനലി എല്ലാം ഒട്ടിച്ച് തീർത്തു. നമ്മള് 7:30 തുടങ്ങിയത്. 7:30 തുടങ്ങിയത്. ഇപ്പൊ സമയം 11:10 ആയി. നടുവും എല്ലായൊരു അവസ്ഥയായി. ആൻഡ് അവർ വിഷൻ ബോർഡ് ഈസ് റെഡി. സോ ഇതുപോലെ നിങ്ങളും സെറ്റ് ആക്കിയിട്ട് നിങ്ങളുടെ 2026 സ്റ്റാർട്ട് ചെയ്യും. എല്ലാവർക്കും ഒരു അടിപൊളി 2027 ആവാൻ പോകുമ്പം ഒരു റിഗ്രറ്റ് ഇല്ലാതെ ഹാപ്പി ആയിട്ട് ചിന്തിക്കാൻ പറ്റുന്ന തരത്തിലുള്ളൊരു 2026 സ്റ്റാർട്ട് ആവട്ടെ എന്ന് വിഷ് ചെയ്യുന്നു അല്ലേ? അപ്പം ഇത് കൊണ്ടുപോയിട്ട് വാളിന് സ്റ്റിക്ക് ചെയ്ത് വെക്കുന്നു, കഴിയുന്നു. നാളെ മുതൽ ഇതിനു വേണ്ടി വർക്ക് ചെയ്യുന്നു അല്ലേ? അപ്പോൾ ഓക്കെ, ബൈ.